ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു കോഴിവടയുടെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് കോഴിവട എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. ആദ്യം തന്നെ കോഴിവടയ്ക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ആവശ്യമായ ചിക്കൻ അല്പം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് വേവിച്ചെടുക്കാം. നമുക്ക് ആവശ്യമായ പച്ചമുളക്, ഇഞ്ചി, ഗ്രാമ്പു, കരിവേപ്പില എന്നിവ മിക്സിയിലിട്ട് നന്നായി കറക്കിയെടുക്കാം. നാം ചിരകി വെച്ച തേങ്ങയിലേക്ക് നമുക്ക് എരിവിന് ആവശ്യമായ മുളക് പൊടി, മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. അല്പം ചിക്കൻ മസാലയും നമുക്കിതിലോട്ട് ആഡ് ചെയ്യാം. മസാലപ്പൊടികൾ ചേർത്ത തേങ്ങയെ നമുക്കൊന്ന് മിക്സിയിലിട്ട് കറക്കിയെടുക്കാം. നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് കോഴിവടക്കുള്ള മസാല തയ്യാറാക്കി എടുക്കാം. അതിനായി ഒരു പാത്രത്തിലേക്ക് അല്പം വെളിച്ചെണ്ണയും കരിവേപ്പിലയും ഇട്ട് നാം റെഡിയാക്കി വെച്ചിരിക്കുന്ന ചമ്മന്തി അതിലേക്കിട്ട് നന്നായി ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇതിലേക്ക് ആവശ്യമായ ചിക്കൻ നാം വേവിച്ച് വെച്ചിട്ടുണ്ട്. അതൊന്ന് മിക്സിയിലിട്ട് കറക്കിയെടുത്ത് ഈ ഒരു രൂപത്തിലാക്കി എടുക്കാം. ചിക്കനും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായ മസാല നമുക്ക് നന്നായി ചൂടാക്കിയെടുക്കാം. അല്പം കുരുമുളക് പൊടിയും ആഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ വീഡിയോ എടുക്കാൻ എന്നോട് മറന്നു പോയതാണ്. മസാല ഈ ഒരു നിറം ആവുന്നത് വരെ നന്നായി ഇളക്കിക്കൊണ്ടേയിരിക്കണം. കോഴിവടയ്ക്ക് ആവശ്യമായ മൈദ നന്നായി കുഴച്ചെടുക്കണം. അതിൻ്റെ വീഡിയോ എടുക്കാൻ എന്നോട് വിട്ടുപോയിട്ടോ. ശേഷം നന്നായി കട്ടിയില്ലാതെ പരത്തിയെടുക്കണം. ഇങ്ങനെ ഓരോ റൗണ്ടായിട്ട് നമുക്ക് മുറിച്ചെടുക്കാം. നാം റൗണ്ടാക്കി വെച്ചിരിക്കുന്ന ഓരോ പീസിലേക്കും അല്പം മസാലപ്പൊടിയും ചേർത്ത് സൈഡ് ഇങ്ങനെ തിരച്ച് കൊടുക്കാം. നാം ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ശേഷം അല്പമായി കോഴിവട ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി പൊരിച്ചെടുക്കാം. ഈ ഒരു നിറമാകുമ്പോൾ നമുക്ക് കോഴിവട കോരിയെടുക്കാം. നമ്മുടെ കോഴിവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബാക്കി വന്ന മൈദ ഉപയോഗിച്ച് ഞങ്ങൾ അല്പം പൊട്ടിയപ്പം കൂടി ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻറ്റും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.